ബ്രിട്ടീഷുകാരെ കാലത്ത് ഇവിടെ ഒരു ബംഗ്ലാവ് കെട്ടാൻ വേണ്ടിയിട്ട് അവര് കല്ല് പൊട്ടിച്ചത് കൊണ്ടാണ് ഇവിടെ അമ്പലം പണിതിട്ടുള്ളത്. കോയമ്പത്തൂര് മൊത്തം കാണാൻ ഈ മലയാളം മുളക് കയറി കഴിഞ്ഞാൽ അറ്റത്ത് കാണാൻ തട്ടപ്പെട്ടോ ഫുള്ള് മേഘം പറഞ്ഞു. ഇഷയം സാധനം വർഷത്തില് ഒരു 4 ശനിയാഴ്ച മാത്രം തുറക്കുള്ളൂ. 1925க்கு முன்னாடி பிரிட்டிஷ்காரன் அந்த ஆஸ்ல தெரியுது அதான் திண்டுக்கல். രസം നോക്കി മല ഇങ്ങനെ കിടക്കണ ഒഴുകിങ്ങനെ കിടക്കട്ടെ എന്ത് ഭംഗിയാ നോക്കി. ഇവിടെ താഴ്ത്തി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 130-140 സ്പീഡിൽ താഴ്ത്തി പോകും. അപ്പം നമ്മൾ ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേര് മേൽമുടി. നല്ല കുത്തനായ കയറ്റോട്ടാ. നമ്മ സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്, എളുപ്പമല്ലേ പോലെ. കാണുമാരില്ലേ അതാ കയറേണ്ടത് ആ ടോപ്പിൽ. മോനെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോണത് ഇഷയം സാധനല്ലേ. അമ്മോ സീൻ സ്ഥല. നമ്മുടെ വണ്ടിയേട്ടാ ഇതായത് കിടക്കുന്നത് നോക്കി കണ്ണോണ്ട് തന്നെ ചെറുതായിട്ട് കാണാമല്ലോ. ഇഷയം മോനെ അവിടെ നിന്ന് മഴ പെയ്യണില്ലേ. கடைசியா தெரியுது பாத்தீங்க, அதான் கோயம்புத்தூர் காந்திபுரம். ஓ அந்த சைடு இந்த சைடு வந்து துடியலூர், அப்புறம் கணுவாய். கணுவாய் இந்த மலைக்கு இறங்கினோடனே அங்க லாஸ்ட்ல தெரியுது அதான் திண்டுக்கல். பாரு அந்த மலை தான் நாங்க ஏறிட்டு இருக்கிறோம். ஐ மீன் அந்த மலையான ஏறி கொண்டிருக்கிறது. ஏற போறோம் தெரியும். നല്ല തണവ്. വെള്ളം നോക്കി വേണ്ടിയുള്ള വരുന്നത് ചെറിയൊരു നീരുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും മഴ പെയ്ത് നല്ലൊരു വെള്ളച്ചാട്ടം അത്. പക്ഷേ ഇതാണ് ഇവിടെ കയറുമ്പോൾ ആകെ ഒരു കുടിവെള്ളത്തിൻ്റെ ട്രക്കിങ്, വേറെ ഒന്നുമില്ല. இதாண்டி பெரிய ரோடு அங்க இருக்குதுண்ணா. முன்னாடி இங்க வருது. இது வந்து இதான் மூலக்காடுண்ணா. இதன்னு சொல்ல இவர் இதெல்லாம் வீடியோ எடுக்க மாட்டாரு. பாரு அந்த யானை சாணி மாட்டு சாணி காலு நடந்து வர கா ക്ഷേമ ഓ പടളകി 55-80 വയസ്സായ ആൾക്കാർ വരെ ഇറങ്ങി വരണേക്ക്. എനിക്ക് ആൾക്കാർ കയറി വരണ്ട കുത്താന്ന് ഭയങ്കര ചെങ്കുത്തായി കയറ്റാ. ക്ഷേമോനെ ഞങ്ങളിതാ ഏകദേശം എത്തി. കുറച്ച് ദൂരം കൂടി ഇല്ലു, പക്ഷെ ഞങ്ങൾക്ക് നടക്കാൻ മടിയാണ്. എല്ലാം ഒരു ടയേർഡ്. വിഷയം വഴുക്കലാട്ടാ, നോക്കി നടക്കാൻ പറ്റുന്നില്ലേ. അമ്മാര് വഴുക്കല, ഇടി വെട്ടുന്നുണ്ട്. ക്യാമറ കാട് നോക്കിയോ, ഭയങ്കര ഡീപ്പായിട്ടുള്ള കാടാട്ടാ. ഈ മരത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ്ട. എപ്പോഴും ഈ തണവ് നിൽക്കണ കാരനെ പൂപ്പായ പിടിച്ചിട്ട് പ്രത്യേക ഭംഗി ഈ മരം കാണാൻ. ഇത് ഒരേ യൂണിക്കാണല്ലോ എതുമേ.
முருகன் இந்த ஸ்தலத்தை கொடுத்துருக்காரு. வட்டார தீர்த்தம் மருத தீர்த்தம். அதுக்கு பின்னாடி ராமானுஜர் நாமத்தை போட்டு ரங்கநாதர் ஆகிட்டார். ஆமா 1925ல் 25க்கு முன்னாடி பிரிட்டிஷ்காரன் அந்த பங்களா மேடன்னு சொல்றோம் இல்லையா, பங்களா கட்டுறதுக்காக இந்த சைஸ்க்கெல்லாம் அவன் தட்டி வச்சது. அவன் வந்து அந்த ஆரம்பிக்கிறப்ப கண்ணு வந்து டவுன் ஆகி போச்சு அவங்களுக்கு. அந்த பிரிட்டிஷ்காரன் இந்த தங்குறவன் இருக்கு ஒரு கிலோமீட்டருக்கு அந்த பக்கம் லேபர்ஸ் நிறைய தங்க வச்சிருக்கான் காப்பி நட்டி. அங்கிருந்து அந்த ஒரு இது மாதிரி மலை மாதிரி அந்த இடத்துல காப்பி நட்டி அந்த லேபருக்கு தேவையான எல்லா ஆட்டாங்கல் கிணறு எல்லாம் பண்ணி வச்சு தங்க வச்சிருக்கிறான். அவன் வந்து இங்க தங்குறதா முடிவு. அந்த வீட்டு வேலை செய்யறப்ப அவனுக்கு டவுன் ஆகி போச்சு. இப்போ அவன் என்ன சொல்லியிருக்கேன், எனக்கு ஏதோ ஒரு கண் டவுன் ஆயிடுச்சு, அடிவாரம் போனா சரியாகும்னு நினைக்கிறேன்னா அடிவாரம் கூட்டு போயிருக்கிறாங்க. கூட்டு போனோன்னா சரியா போச்சு. அப்போ நாம வந்து இந்த இடத்துல கோயிலில் தங்கி, ஏன்னா அவன் வேட்டையாடுவான் என்னென்னமோ பண்ணுவான். அப்புறம் அதனால அந்த ப்ராஜெக்ட் அப்படியே கேன்சல் ஆகி போயிட்டேன். அந்த கல்லை கொண்டு வந்து 1925ல் கல் கல் வந்துருச்சு. ஆமா அது அவனுடைய அந்த வெள்ளக்கார சைஸ் பண்ண கல்லை அப்புறம் கொண்டு வந்து அதுக்கு முன்னாடி வந்து பெரிய பெரிய மரங்கள் வச்சு புல்லுசால் கட்டின பின்னாடி இப்பதான் மறுபடி அதை பூரா கலைச்சு ഇപ്പൊ പാക്ക് പണി പ്രസ് பண்ணிடலாம். പൂജാരിയില്ലേ പുള്ളി പറഞ്ഞത് പുള്ളി 20 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ ബ്രിട്ടീഷുകാരെ കാലത്ത് ഇവിടെ ഒരു ബംഗ്ലാവ് കെട്ടാൻ വേണ്ടിയിട്ട് അവര് കല്ല് പൊട്ടിച്ചത് കൊണ്ടാണ് ഇവിടെ അമ്പലം പണിതിട്ടുള്ളത് 1925. എന്നിട്ട് ആ കല്ല് വീണ്ടും രണ്ടാമത് വിളിച്ചപ്പോൾ അടുത്ത റീസെൻ്റ് ആയിട്ട് വീണ്ടും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ അമ്പലം. പുള്ളി ഇവിടെയാണ് നൈറ്റൊക്കെ സ്റ്റേ ചെയ്യണത്. സമ്മതിക്കണല്ലേ പുള്ളിനെ. എൻ്റെ അമ്മോ, പുള്ളി വീക്കിലല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്ന് ഇവിടെ നിൽക്കുന്നു. ഒരു 10-12 പൂച്ചയുണ്ട് ഇവിടെ. പൂച്ചനെ പോലും പുള്ളി വളർത്തുന്നത് എലിശല്യം കാരണം. ആലോചിക്ക്, രാജീവ് ഗാന്ധി മരിച്ച ടൈമിൽ പുള്ളി ഇവിടെ വന്നതാണ് ഈ അമ്പലത്തേക്ക്. അന്ന് അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ കാപ്പിത്തോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കാപ്പിത്തോട്ടൊക്കെ ഉണ്ടെന്നാണ്. ഇത് അത്യാവശ്യം ട്രക്ക് ചെയ്യാണെന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം ഒരു അമ്പലം കണ്ടില്ലേ, അതുകൊണ്ട് വീണ്ടും ട്രക്ക് ചെയ്ത് മുകളിൽ പോകണം. എന്നിട്ട് വേണം. ഇത് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ട്രക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞത്. അത് കാട്ടിലാണ് നടക്കുന്നത്. ആൾക്കാർ പിന്നെ ട്രാവൽ ചെയ്യുന്ന കാരണം പിന്നെ കുഴപ്പമില്ല. എത്ര വലിയ മര വീണാണോ നിൽക്കുന്നത്. സാധനം ഒരു പറ അതിൻ്റെ ഉള്ളിൽ മരം ഉണ്ടായിട്ടുള്ള. എന്ത് മരാന്നറിയില്ല, പക്ഷെ നോക്കി ഇതിലൂടെ കിടുക. ഇത് കൊള്ളാല് കളി. ഇത് നോക്കിയ വിഷയം സ്ഥലം മോനെ. മേട്ടുപ്പാളയം ഭാഗങ്ങളതിൽ അറിയണ കാണണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കയറി പോകണ്ട അതിൻ്റെ മുകളിൽ കേട്ടാ, ആ ടോപ്പിലേക്ക്. അല്ല വാങ്ങിയില്ല കാണാൻ. എൻ്റെ അമ്മ കുഴി നോക്കിയാള്. ഇവിടെ താഴ്ത്തി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 130-140 സ്പീഡിൽ താഴ്ത്തി പോകും. വിഷയമാണ് കയറി പോണെങ്കിൽ. നല്ല തണവ്. വിഷയം കയറ്റം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഒരു 140-150 കിലോമീറ്റർ സ്പീഡിൽ താഴ്ത്ത് പെട്ടെന്നെത്താം. കയറി ബുദ്ധിമുട്ടപ്പെടണ്ട. വിഷയം കണ്ട. ഇത് ആദ്യമതന്നൂര് മേട്ടുപ്പാളയം ഭാഗാട്ടാ ഈ സൈഡ്. നമ്മൾ കയറി വന്നത് ഇവിടുന്നാട്ടാ. ആ മല കണ്ട, അതിൻ്റെ താഴ്വാരത്ത് നമ്മൾ കയറി വന്നത്. ആ കാണണം മല കണ്ട അറ്റത്ത്. അതാണ് മറ്റേത് പെരുമാൾമുടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് മലയാണ് നമ്മൾ കയറി കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന തടാകം അപ്പർ സൈഡിൽ കാണണ്ട.
ആ ഭാഗത്ത് അതൊക്കെ കോയമ്പത്തൂർ ഏരിയ കേട്ടോ. വിഷയം മോനെ വിഷയം എന്ത് വൈബാന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയ ഭയങ്കര തണുപ്പട്ടോ, രക്ഷയില്ല. സീന്ന് പറഞ്ഞ സീൻസല്ല. ശരിക്കും ആ കാണാൻ വലിയ മലയില്ലേ, ഈ കാണുന്ന മല, അതിൻ്റെ അപ്പുറത്താണ് ഈഷ ആദിയോഗി. അവിടെ നിന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കി കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യണ റോഡ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. ആ കാണാൻ മലയില്ലേ, അവിടെ ഒരു ട്രക്കിങ് എന്ന് പറഞ്ഞാൽ, പക്ഷെ അവിടേക്ക് ആരും പോകണില്ല. അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. അങ്ങനെ പോയിട്ടുള്ള എൻ്റെ ഒന്നും കാണാനില്ല. പക്ഷെ എന്ത് രസം നോക്കി, മല ഇങ്ങനെ കിടക്കണം, ഒഴുകിങ്ങനെ കിടക്കണം. എന്ത് ഭംഗിയാന്ന് നോക്കി, രക്ഷയില്ല. എത്ര മല കാണാൻ, അറ്റത്ത് അട്ടപ്പാടി വരെ കാണാണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ. വിഷയം നോക്കി പുറത്തുനിന്ന് ആളുകൾ, ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണണ്ട. മല വേണ്ട വിഷയം സാധനം പോലെ എന്തൊട്ട് ഭംഗി. ചതുരസാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ മല മാത്രം നോക്കി. വിഷയ നോക്കി മേട്ടുപ്പാളയം ഭാഗട്ടോ, കാരമട മേട്ടുപ്പാളയം ഭാഗ, ആ ഭാഗ ഈ മലയുടെ അപ്പുറ സൈഡ്. അമ്മോ എന്ത് ഭംഗിയാണല്ലേ. അറ്റത്ത് ഞാൻ തട്ടപ്പെട്ടോ, ഫുള്ള് മേഘം മറഞ്ഞു. കോയമ്പത്തൂര് മൊത്തം കാണാൻ ഈ മലയാളം നമ്മൾ കയറി കഴിഞ്ഞാൽ. വിഷയം സാധനം. വർഷത്തിൽ ഒരു 4 ശനിയാഴ്ച മാത്രം തുറക്കുള്ളൂ. അതിനോട്ട് ഹൈലൈറ്റ്. നമ്മൾ കയറി വന്ന് ആവി കൂടി കേട്ടോ. മഴ വരുമ്പോൾ പച്ചോളൂ ഇതില് ക്യാമറ വിഷയം മോനെ. ആ മല വേണ്ട, അത് കോയമ്പത്തൂർ സൈഡിലുള്ള മല കേട്ടോ. ഇതും കോയമ്പത്തൂർ സൈഡിലുള്ള മല കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞ പ്രാവശ്യം ആ മലയെ ഇത് കണ്ട. ആ കാണുന്നത് കോയമ്പത്തൂർ ടൗണ്, കാന്തിപുരം, കുടം, ഇതൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കണവായി, തുടിലും ഒക്കെ കാണാൻ പറ്റും. അമ്മോ സീൻ മോനെ. ഇതിൻ്റെ അടി കൂടെ താഴത്തേക്ക് വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് കയറി വരാൻ. പക്ഷെ അത് റോഡ് അതിനെ ഇതിനെ വന്നിട്ടുള്ളതുകൊണ്ട് നല്ല ബ്യൂട്ടി. ഇത് കുത്തനാണ് വെച്ചിക്ക പൊസന് പോയിരുങ്കിലേ ഇറങ്ങണ്ട് കേട്ടോ. ഇനി കേറിയാണ്ട് ടാസ്കാ താഴ്ചക്ക് ഇറങ്ങാൻ. ശരിയാണ് മോനെ. താഴത്ത് കൂടെ ഞാൻ വണ്ടി ഓടിച്ചുമ്പോ ഞാൻ അവനോട് ചോദിക്കും പിള്ളേരോട് എന്നാലത് കയറാൻ പറ്റുമെന്ന്. പക്ഷെ അത് ഒരു വർഷത്തിൽ 2 മല കയറാൻ പറ്റിയെന്ന് പറയുമ്പോ തന്നെ വിഷയം മോനെ. നല്ല വഴുക്കിൽ വഴുക്കുന്നുണ്ട്. കൊച്ചിലുള്ള കാലത്തൊക്കെ വേറില്ല വെളുക്കുന്ന വേറെതാ കാണിച്ചു. മലകളെ പിടിച്ചു പിടിച്ചിറങ്ങാൻ പറ്റില്ലേ. മരം കണ്ട നിങ്ങള്, അതിന്റെ സൈസ് നോക്കി നിങ്ങള്. അതിങ്ങനെ വളഞ്ഞ് അപ്പുറത്ത് അങ്ങനെ തറ്റം വരെ പോകണം കേട്ടോ. എത്ര വയസ്സായിന്ന് പറയും മരത്തിന്. നമ്മൾ ഞാൻ മലയാളം കൂടെ ഇറങ്ങി പോകണം കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ ഇറങ്ങി പോകണം. എന്ത് ഭംഗിയില് മഞ്ഞിറങ്ങിയാലേക്ക്. നല്ല തണവ്, നല്ല കാറ്റടിക്കിട്ട് എന്തൊരു അവസ്ഥ അറിയില്ലേ. വേറെ താഴ്ത്തിക്ക് പോകണം. സമയം നോക്കി 5 മണിയായി. 1 മണിക്കൂർ കൊണ്ട് താഴ്ത്തിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഫൈൻ മാത്രല്ല മൃഗങ്ങൾ ഇറങ്ങും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഫൈൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ആളുണ്ടാവണ്ട ഇറങ്ങാനായിട്ട്. ഇന്നിവിടെ നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ട് താഴ്ത്തിക്ക് എത്തും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.